എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരിൻ ഹിയർ. ഇപ്പോൾ ഇന്നലെ നമ്മളൊരു കേട്ട വാർത്ത, കണ്ണൂരിലെ ശ്രീനന്ദ എന്ന് പറയുന്ന ഒരു 18 വയസ്സുകാരി ആദ്യം കേട്ട വാർത്ത എന്ന് പറയുന്നത് ഓൺലൈനിൽ യൂട്യൂബിൽ കണ്ട ഏതോ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തിട്ട് അതിലെന്തോ കോംപ്ലിക്കേഷൻ വന്നിട്ട് മരണപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വാർത്ത ആദ്യം വായിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ആ കുട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോയും ഈ വാർത്തയും കൂട്ടി വായിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് ഡയറ്റ് മാത്രമല്ല ഇതിന്റെ പ്രശ്നം, വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അനോറക്സിയ നെർവോസ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അതിൻ്റെ ഒരു രോഗമായിരിക്കാം ഇത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ കുറച്ച് ഈവനിങ് ആയപ്പോൾ തന്നെ പുതിയ ന്യൂസ് വന്നു. ആ കുട്ടിയുടെ ബന്ധുക്കൾ അത് സ്ഥിരീകരിച്ചു. ആ കുട്ടി അനോറക്സിയ നെർവോസ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു രോഗം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതിനുള്ള ചികിത്സയിലായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് രോഗം മൂർച്ഛിച്ചതിന്റെ പുറത്താണ് ആ കുട്ടി മരണപ്പെട്ടത് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ അനോറക്സിയ നെർവോസ? എന്താണ് ഇതിന് ഡയറ്റുമായിട്ട് ബന്ധം? എങ്ങനെയാണ് ഇത് മരണത്തിൽ വരെ കലാശിക്കുന്നത്? നോക്കൂ, ഈ അനോറക്സിയ നെർവോസ എന്ന് പറയുന്നത് ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്. അതായത് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള സൈക്യാട്രിക്, അതായത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു അസുഖമാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള? നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രോഗമാണിത്. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ രോഗത്തിന്റെ പ്രശ്നം എന്താണ്? ഇപ്പൊ പലർക്കും തോന്നിയിട്ടുണ്ടാവും, എന്നെ പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും. ആ കുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോ അല്ലെങ്കിൽ ആ ന്യൂസ് വായിച്ചപ്പോൾ ആ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് അമിതവണ്ണം വെക്കാതിരിക്കാൻ വേണ്ടി ആ പേടി കൊണ്ടാണ് ആ കുട്ടി ഭക്ഷണം നിയന്ത്രിച്ചത്, ഏതൊക്കെയോ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തതെന്ന് പറയുന്നു. പക്ഷെ ആ കുട്ടിയുടെ ഫോട്ടോ കണ്ടവർക്ക് അറിയാം കുട്ടി വളരെ മെലിഞ്ഞൊരു കുട്ടിയാണ്. ഒരിക്കലും തടിയുള്ള ഒരു കുട്ടിയാണെന്ന് നമുക്ക് ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവില്ല. മെലിഞ്ഞ കുട്ടിയാണ്. അപ്പോ അതാണ് ആക്ച്വലി ഈ രോഗത്തിന്റെ പ്രത്യേകത. അതായത് അവർക്ക് സത്യത്തിൽ വണ്ണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് മനസ്സിൽ തോന്നുകയാണ് തനിക്ക് അമിത വണ്ണാണ്. അപ്പൊ ഈ വണ്ണം കൂടും എന്നുള്ള ഒരു ഭയം, അതാണ് ഈ രോഗത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ ഈ വണ്ണം കൂടുമെന്നുള്ള ഭയം കാരണം അവർ എന്ത് ചെയ്യും? അവര് നോർമലി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പോലും കഴിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് മാത്രമല്ല, വണ്ണം വെക്കാതിരിക്കാനുള്ള, അതായത് അവരെ കാണുന്നത് ഭയങ്കര വണ്ണമുള്ള ഒരാളായിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ മനസ്സിലാവും അവർക്ക് വണ്ണമില്ല, അവർ വളരെ മെലിഞ്ഞ ആളാ. പക്ഷെ അവർക്ക് അവരെ ഭയങ്കര വണ്ണമുള്ള ഒരു ആളായിട്ടാണ് തോന്നുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വണ്ണം വെക്കാതിരിക്കാനുള്ള പല 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 ഡയറ്റുകളും ഭക്ഷണ നിയന്ത്രണവും എക്സസൈസ് ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഫലമായിട്ട് നോർമൽ കഴിക്കേണ്ട പല ഭക്ഷണങ്ങളും അവർക്ക് കിട്ടില്ല. അവർ ഭക്ഷണം കഴിക്കാതെ അങ്ങനെയുള്ള ഒരു മാൽന്യൂട്രീഷൻ കൊണ്ട് തന്നെ അവർക്ക് പല കോംപ്ലിക്കേഷൻസും വരും. അതിന്റെ ഭാഗമായിട്ട് 5%, ഈ ഒരു അസുഖം ബാധിച്ചവരിൽ 5% വരെ ആളുകൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ മരണകാരണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് ഡയറ്റ് കാരണമൊക്കെ അവർക്ക് പലതരത്തിലുള്ള മാൽന്യൂട്രീഷൻ ഉണ്ടായിരിക്കും. കാൽഷ്യം ഒക്കെ കുറഞ്ഞ് അവരുടെ എല്ലുകൾക്കൊക്കെ ഭയങ്കരമായ ബലക്ഷയം സംഭവിക്കും. അവർക്ക് ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള ഹാർട്ട് പ്രോബ്ലംസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. കാര്യം നമ്മുടെ ഹൃദയമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മസിലുകൾ കൊണ്ടാണ്. അപ്പൊ എല്ലായിടത്തും മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും. കാരണം മസിൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ വേണം. ഇവർക്ക് ഒരു തരത്തിലും പ്രോട്ടീൻ ഉണ്ടാവില്ല. ഇവർ അത്രയും റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഹൃദയത്തിനും അങ്ങനെ പല 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 അസുഖങ്ങൾ അല്ലെങ്കിൽ പല അവയവങ്ങൾ ഇതിൽ ബാധിക്കപ്പെട്ടിട്ട് അങ്ങനെയാണ് ഇവർ പലപ്പോഴും. പിന്നെ പല ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് വരും. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട അത്ര സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, അങ്ങനെയുള്ള നമുക്ക് പല ലവണങ്ങളും ആവശ്യമുണ്ടല്ലോ. ഇതൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഇതിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവരുടെ ബ്രെയിനെ ബാധിക്കപ്പെടും. അപ്പൊ പലപ്പോഴും ഇത് കാർഡിയാക് ഫെയിലിയർ, അതായത് കാർഡിയാക് അറിത്മിയാസ് ഉണ്ടായിരിക്കും. അതായത് ഹൃദയം ഇടിക്കുന്നതിന്റെ തോതിലൊക്കെ വ്യത്യാസം വരും. ഫൈനലി യൂഷ്വലി ഇതൊരു കാർഡിയാക് അറസ്റ്റ്, അതായത് ഹൃദയ സ്തംഭനത്തിലേക്കാണ് ഇത് വഴിവെക്കുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കുട്ടി ഒരു എക്സ്ട്രീം കേസ് ഓഫ് അനോറക്സിയ നെർവോസ ആയിരുന്നു. അതിന് പല രീതിയിലുള്ള ചികിത്സകൾ അവർ ചെയ്തു. പക്ഷെ എന്തോ കോംപ്ലിക്കേഷൻ കാരണം കുട്ടി മരണപ്പെട്ടു. അപ്പോൾ പറയാനുള്ളത്, ഇത് നമുക്ക് ട്രീറ്റ് ചെയ്ത് ഭേദാക്കാൻ പറ്റുമോ? ഒരു പരിധി വരെ. കാരണം ഇത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പലരും എന്താ വിചാരിക്കുക, ഇപ്പോഴത്തെ എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതാണ് തടി വെക്കുന്നുള്ള പേടിയും. പല പല ഒരു ശാസ്ത്രീയമല്ലാത്ത ഡയറ്റുകൾ ഫോളോ ചെയ്യുന്ന ഒരു രീതി ഇന്ന് വളരെ കൂടുതലായിട്ട് നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിലുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ നമ്മുടെ ബോളിവുഡ് സ്റ്റാർസിനെ പോലെ ഇങ്ങനെ മെലിഞ്ഞ് സ്ലിം ബ്യൂട്ടികളാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ പ്രശ്നമൊന്നുമില്ല. ഒബീസിറ്റി, അമിതവണ്ണം എന്ന് പറയുന്നത് പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ പ്രിവെന്റ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഡയറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ശാസ്ത്രീയമായിരിക്കണം. നിങ്ങൾക്ക് വേണ്ടത്ര ന്യൂട്രിയൻസ് ഉണ്ടായിട്ടുള്ള ഡയറ്റ് മാത്രമേ ശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റ് ഉള്ളൂ. പലരും ഈ യൂട്യൂബിലും, ഇപ്പൊ ഈ കുട്ടിയും ചെയ്തത് അതാണ്, യൂട്യൂബിലും അവിടെയും ഇവിടെയും പോയിട്ട് അശാസ്ത്രീയമായിട്ടുള്ള പല ഡയറ്റുകളും ഫോളോ ചെയ്തിട്ട് അതിന്റെ പല ബുദ്ധിമുട്ടുകളിലേക്കും പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അതെല്ലാം അനോറക്സിയ നെർവോസ ആവണമെന്നില്ല കേട്ടോ. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഏത് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിലും ഒരു ഡയറ്റീഷ്യനെ കണ്ട്, ന്യൂട്രീഷനിസ്റ്റിനെ കണ്ട് മാത്രം ഒരു ഡയറ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഈ ബ്ലൈൻഡ് ആയിട്ട് ഈ ജിമ്മിലത്തെ ഇവർ പറഞ്ഞു, യൂട്യൂബിൽ കണ്ടു, ഫേസ്ബുക്കിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട ഡയറ്റിന്റെ പിന്നാലെ പോകരുത്. അതെന്തായാലും എല്ലാവർക്കും ഉള്ള ഒരു ഉപദേശമാണ് കേട്ടോ. പിന്നെ ഈ കുട്ടിയുടെ കാര്യത്തിൽ
ഈ അനോറക്സിയ നെർവോസ ഇത് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റണം. കാര്യം പലരും ഇതിനെ വെറും ഇത്തരത്തിലുള്ള ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ ഫിഗർ കൺസേൺ കൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും മാതാപിതാക്കൾക്ക് ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വളരെ, അതായത് ഇങ്ങനെ ശോഷിച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ ഇവര് ഭയങ്കര മാൽനറിഷ്ഡ് ആയിട്ട്, അതായത് ഭയങ്കര പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഉള്ള ആളുകളായിട്ട് തന്നെ നമുക്ക് തോന്നും. അതായത് എന്തെങ്കിലും അസുഖമുള്ള പോലെ നമ്മൾ പറയില്ലേ, എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അത്രയും അവരൊരു മാൽനറിഷ്ഡ് ആയിരിക്കും, വളരെ എല്ലും തോലും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ, പിന്നെ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ, ഭീതി, അവർക്ക് ഉറക്കണ്ടാവില്ല. കാരണം ഏത് സമയത്തും അവരിങ്ങനെ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കും, ഞാൻ തടി കൂടാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നണം ഇത് ചിലപ്പോൾ ഈ ഒരു രോഗമായിരിക്കാം എന്ന് തോന്നി എത്രയും വേഗം തന്നെ നമുക്ക് മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള പതുക്കെ അവരെ പ്രോപ്പർ ന്യൂട്രീഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് വഴി ഈ രോഗത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മുക്തി നേടാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അനോറക്സിയ നെർവോസ. ഇത് ഒരു ഡയറ്റിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല അത് ഉണ്ടാവുന്നത്, ഇതൊരു സൈക്കാട്രിക് ഡിസോർഡർ ആണ്, ഈറ്റിംഗ് ഡിസോർഡർ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ പലതരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റുകളുടെ പിന്നാലെ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് അനോറക്സിയ നെർവോസ. അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സൈക്യാട്രിസ്റ്റിന്റെ സഹായം തേടുക. ഓക്കെ, ബൈ.